ലോട്ടറി ക്ഷേമനിധി തട്ടിപ്പിൽ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തി ലോട്ടറി വകുപ്പ്. തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയ ലോട്ടറി വകുപ്പിലെ ഉന്നതരുടെ പേരടക്കം പരാമർശിക്കുന്ന റിപ്പോർട്ടാണ് പുറം ലോകം കാണാതെ പൂഴ്ത്തിയത്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാതെയും ലോട്ടറി വകുപ്പ് ഒളിച്ചുകളിക്കുകയാണ്. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, നമുക്കറിയാം ലോട്ടറി ക്ഷേമനിധി തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് വെളിച്ചം കാണാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതിൽ ചില ഉന്നതരെ അടക്കം സംരക്ഷിക്കുന്ന ഒരു നിലപാട് വച്ചു പുലർത്തുന്നതിന്റെ ഭാഗമായിട്ടാണോ ഇപ്പോഴും ഇതിന്മേൽ ഒരു നടപടി പോലും സ്വീകരിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഏപ്രിൽ 12-ാം തീയതിയാണ് ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ 5 വർഷം കൊണ്ട് 4 കോടി രൂപയോളം തട്ടിയെടുത്ത വലിയ തട്ടിപ്പ്, അതിനെപ്പറ്റിയുള്ള ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് ലോട്ടറി ക്ഷേമനിധി വകുപ്പിന്, ഡയറക്ടറേറ്റിനുമൊക്കെ അന്നത്തെ ആഭ്യന്തര അന്വേഷണ സമിതി സമർപ്പിച്ചത്. ഈ ആഭ്യന്തര അന്വേഷണത്തിൽ ഇപ്പോൾ സസ്പെൻഷനിലായിരിക്കുന്ന കെ സംഗീതടക്കം 7 ഉദ്യോഗസ്ഥർക്ക് ഇതിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ളൊരു കണ്ടെത്തൽ കൊണ്ടുവന്നിരുന്നു. അന്ന് പണം തട്ടിയെടുത്തു എന്ന് വ്യക്തമായിട്ടുള്ള ഇപ്പോൾ നിയമ നടപടികളടക്കം നേരിടുന്ന കെ സംഗീതിനൊപ്പം ഈ പണം പോയതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വീഴ്ചകളും അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അന്ന് സ്റ്റേറ്റ് വെൽഫെയർ ഓഫീസറായിരുന്ന ഉദ്യോഗസ്ഥൻ, ഒപ്പം തന്നെ ജൂനിയർ സൂപ്രണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ എന്നിവർക്കെല്ലാം ഈ സാമ്പത്തിക തട്ടിപ്പിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ അതിന് സഹായിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചു, കൃത്യമായ പരിശോധനകൾ നടത്തുന്നതിൽ വീഴ്ച വരുത്തി തുടങ്ങിയിട്ടുള്ള നിരവധി കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. ആ കണ്ടെത്തലുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ ഉദ്യോഗസ്ഥരുടെ പേരുകളടക്കം എടുത്തു പറഞ്ഞുകൊണ്ടുള്ള, ആർക്കൊക്കെ വീഴ്ച പറ്റി എന്നുള്ള കാര്യം എടുത്തു പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. എന്നാൽ ഈ റിപ്പോർട്ടിൽ ഒരു തരത്തിലുള്ള തുടർ നടപടികളും ഇതുവരെ ലോട്ടറി ക്ഷേമനിധി വകുപ്പോ അല്ലെങ്കിൽ ലോട്ടറി ഡയറക്ടറേറ്റോ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. അന്നത്തെ ഈ തട്ടിപ്പിന് കൂട്ടുനിന്നു എന്ന് കരുതപ്പെടുന്ന, അല്ലെങ്കിൽ ഈ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുള്ള അന്നത്തെ വെൽഫെയർ ഓഫീസർ ഇന്ന് ലോട്ടറി വകുപ്പിലെ ഒരു ജോയിന്റ് ഡയറക്ടറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ അടക്കമുള്ള നടപടികളിൽ വലിയ വീഴ്ച വരുത്തുന്നുണ്ട് എന്നുള്ളതാണ് ആരോപണം. നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ്, ഈ കെ സംഗീതിനെതിരെ, അതായത് ഈ ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ നിന്ന് ഇത്രയധികം പണം തട്ടിയെടുത്തു എന്ന് വ്യക്തമായ കെ സംഗീതിനെതിരെ പോലും കൃത്യമായ നടപടികളില്ലാത്ത സാഹചര്യമുണ്ട്. ഇയാൾ സസ്പെൻഷനിലാണെങ്കിലും അത് ഈ ലോട്ടറി വകുപ്പിലെ ഡയറക്ടറുടെ ഒരു വ്യാജ സീലും ഒക്കെ തയ്യാറാക്കി അനധികൃതമായി അവധിയൊക്കെ എടുത്തു എന്നുള്ളതിൻ്റെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അത്തരം ഒരു കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ സസ്പെൻഷനിൽ തുടരുന്നത്. ഈ ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ നടത്തിയിട്ടുള്ള വലിയ സാമ്പത്തിക തിരിമറിയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള നടപടിയും സംഗീതിനെതിരെയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനിടയിൽ ഇയാൾ മാനസിക ആശുപത്രിയിലൊക്കെ ചികിത്സ തേടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതുപോലും കൃത്യമായ തട്ടിപ്പാണ് എന്നുള്ളത് പലപ്പോഴും ആരോപണങ്ങളായി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ സംഗീതിനെ അടക്കം, ഈ പറയുന്ന ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കം സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ ലോട്ടറി ക്ഷേമനിധി ബോർഡും ലോട്ടറി ഡയറക്ടറേറ്റും ഒക്കെ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ, അത് ഒരു ആഭ്യന്തര അന്വേഷണ സമിതി നടപടികൾ ശുപാർശ ചെയ്തിട്ട് കൂടി, പ്രത്യേകിച്ച് നഷ്ടമായ പണം തിരിച്ചു പിടിക്കുന്നത്, ഈ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള ശുപാർശകളുമായി സമർപ്പിച്ച ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരാതെ, ഒരു നടപടി പോലും സ്വീകരിക്കാതെ പൂഴ്ത്തിയിരിക്കുന്നത്. അത് ഈ ലോട്ടറി വകുപ്പിലുള്ള ചില ഉന്നതരെ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ള ആരോപണം കൂടി ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുന്ന ഒരു സാഹചര്യം അത് ശരിവെക്കുന്നുമുണ്ട്. രോഹിണി. ശരി, പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.